ഡോക്ടറുടെ വേലക്കാരി പെണ്ണ്. രചന മിന്നൂസ്. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. അമ്പലത്തിന്റെ അരികെത്തിയപ്പോൾ കാർ നിർത്തി ആരി ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ഇറങ്ങി. അമ്മ പോയി തൊഴുതിട്ട് വരൂ, ഞാനിവിടെ നിൽക്കാം. ബാക്ക് ഡോർ തുറന്നിറങ്ങുന്ന അമ്മയോടായി അവൻ മെല്ലെ പറഞ്ഞു. എന്തോ നീ ഇത് തന്നെയല്ലേടാ പറയുന്നത്, നിനക്കൊന്ന് കൂടെ വന്നാലെന്താടാ? അമ്മയും ഇത്തിരി ഗൗരവത്തോടെ തന്നെ മറുപടി പറഞ്ഞു. ഞാനില്ലേ, അമ്മയ്ക്ക് എന്നും പറയാനുള്ളത് തന്നെയല്ലേ ഇന്നും ദൈവത്തിനോട് പറയാനുള്ളത്. എനിക്കൊന്ന് പെണ്ണേട്ടാൻ തോന്നാൻ. അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അതിനവരൊരു പുഞ്ചിരി സമ്മാനിച്ചുകൊണ്ട് അമ്പലത്തിലേക്ക് കയറിപ്പോയി. എല്ലാം കഴിഞ്ഞ് തിരികെ മടങ്ങി ഹരിയെ നോക്കി വരുമ്പോൾ പെട്ടെന്ന് സ്റ്റെപ്പ് തെറ്റി അവരൊന്ന് വീഴാൻ പോയതും അയ്യോ എന്ന് പറഞ്ഞ് ആരോ അവരെ താങ്ങി നിർത്തി. എന്തെങ്കിലും പറ്റിയോ എന്ന ചോദ്യം കേട്ടാണ് അവർ ചോദിച്ച ആളുടെ മുഖത്തേക്ക് നോക്കിയത്. മുന്നിലൊരു പട്ടുപാവടയിട്ട ഒരു പെൺകുട്ടി, നീണ്ട മുടി നിവർത്തിയിട്ട് കാതിലൊരു ചെറിയ കമ്മലും കഴുത്തിലൊരു ചെറിയ മാലയും. വേറെ അലങ്കാരങ്ങൾ അവിടെ മുഖത്തില്ല, എന്നാലും ഐശ്വര്യം തുളുമ്പുന്ന മുഖം. ഏയ് സാരില്ലേ കുട്ടി, ഒന്ന് കാലി തെറ്റിയതാ, അപ്പോഴേക്കും മോള് പിടിച്ചില്ലേ? അവർ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അതിനവളും തിരിച്ച് മനോഹരമായി ഒന്ന് പുഞ്ചിരിച്ചു. പെട്ടെന്നാണ് ഒരു 50 വയസ്സിനോടത്തൊരു സ്ത്രീയും കൂടെ ഒരു പെൺകുട്ടിയും കൂടെ അങ്ങോട്ട് വന്നപാടെ അവിടെ നിന്ന് ആ പെൺകുട്ടിയോട് അവർ ദേഷ്യപ്പെടാൻ തുടങ്ങി. പുറത്ത് കാത്തിക്കാൻ പറഞ്ഞിട്ട് നിന്നോട് ആരടി ഇങ്ങോട്ട് കയറി വരാൻ പറഞ്ഞ്, നടക്കാം അങ്ങോട്ട് എന്നും പറഞ്ഞ് ദേഷ്യത്തോടെ തന്നെ മുന്നിൽ നടന്നു. ആ പെൺകുട്ടിയും തിരിഞ്ഞു പോയിക്കൊണ്ട് അവരുടെ പിന്നാലെ നടന്നുപോയി. അവളുടെ മുഖം കണ്ടപ്പോൾ എന്തോ ആ അമ്മയ്ക്ക് സങ്കടം വന്നു. അപ്പോഴാണ് ഹരി അങ്ങോട്ടേക്ക് വന്ന്. എന്താ പോയി നിൽക്കുന്നത്, വാ പോവാ. കാലിൽ കയറിയപ്പോഴും അമ്മയുടെ മനസ്സിൽ ആ പെൺകുട്ടിയുടെ മുഖമായിരുന്നു. ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഹരിയുടെ അമ്മ സ്ഥിരം സംസാര വിഷയം ഇന്നും എടുത്തിട്ട്. മോനെ, അശോകേട്ടൻ പറഞ്ഞ ആ പെൺകുട്ടിയെ നമുക്കൊന്ന് പോയി കണ്ടാലോ? കഴിഞ്ഞ ആഴ്ച പോവാന്ന് പറഞ്ഞന്ന് പോവാൻ പറ്റിയില്ല, ഇന്നെങ്കിലും ഒന്ന് പോയി കാണാൻ പറ്റുമോ നിനക്ക്? ഹരി അവൻ്റെ അമ്മയുടെ മുഖത്തേക്ക് നോക്കി. അമ്മേൻ്റെ പഠനവും ട്രെയിനിങ് എല്ലാം കഴിഞ്ഞിട്ട് 2 മാസമായിട്ടേ ഉള്ളൂ ഞാൻ ഹോസ്പിറ്റൽ കയറിയിട്ട്. കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പോരെ, അമ്മയ്ക്ക് എന്താ ഇത്ര ധൃതി? അത് കേട്ടപ്പോൾ ആ അമ്മയുടെ മുഖം വാടി. നിന്റെ അച്ഛൻ്റെ വലിയൊരു സ്വപ്നമായിരുന്നു നിന്നൊരു ഡോക്ടർ ആക്കണമെന്ന്. പക്ഷെ അത് കാണാനുള്ള ആയുസ് അദ്ദേഹത്തിന് ദൈവം കൊടുത്തില്ല. നിനക്കൊരു കുടുംബവും കുഞ്ഞുങ്ങളൊക്കെ ആയി കാണണമെന്നാ എൻ്റെ ആഗ്രഹം. അത് നീ സാധിപ്പിച്ചു തരില്ലേ? അത് പറഞ്ഞപ്പോഴേക്കും അവരുടെ കണ്ണുകൾ നിറഞ്ഞു വന്നിരുന്നു. എന്നാ എൻ്റെ ലക്ഷ്മി അമ്മ ഇത്? അപ്പോഴേക്കും കരയാൻ തുടങ്ങിയോ? അവൻ അവരുടെ തോളിലൂടെ കൈ ചേർത്ത് പുഞ്ചിരിയോടെ ചോദിച്ചു. വേണ്ട വേണ്ട, പതിവ് പോലെ എന്നെ സോപ്പിട്ട് മയക്കാൻ നോക്കേണ്ട. അവരെൻ്റെ അടുത്തുനിന്ന് മാറി മുഖം വീർപ്പിച്ചുകൊണ്ട് പറഞ്ഞു. അത് കണ്ട് അവന് ചിരി വന്നു. ഓക്കെ, അമ്മയുടെ ഇഷ്ടം പോലെ ആവട്ടെ. അശോകനോട് പറ ഇന്ന് വൈകിട്ട് പോവാന്ന്. അത് കേട്ടതും ആ അമ്മയുടെ മുഖം തെളിഞ്ഞു. അവനൊരു പുഞ്ചിരിയോടെ അവൻ്റെ അമ്മയുടെ കവിളിൽ ചുംബിച്ചു. തൻ്റെ അച്ഛൻ മരിച്ചിട്ട് വേറെ വിവാഹത്തിന് പോലും സമ്മതിക്കാതെ അച്ഛൻ്റെ ആഗ്രഹം പോലെ തന്നെ പഠിപ്പിച്ച് ഡോക്ടറാക്കി. തനിക്ക് വേണ്ടി മാത്രം ജീവിച്ചതാണ് തൻ്റെ അമ്മ. ആ അമ്മയുടെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ താനൊരു മകനാണെന്ന് പറഞ്ഞ് നടക്കുന്നതിൽ കാര്യമുണ്ടോ? അവനൊരു ചെറുചിരിയോടെ ഓർത്തുപോയി. ഹരിയുടെ കാറ് ഒരൊറ്റ നിലയുള്ള വാർപ്പ് വീടിന്റെ മുമ്പിൽ വന്ന് നിന്നു. ഇതാണ് പെൺകുട്ടിയുടെ വീട്. അശോകേട്ടൻ പറയുന്നിട്ട് അവനെ നോക്കി. പെട്ടെന്നാണ് ഒരു പെൺകുട്ടി ഓടി വന്ന് അവർക്കുള്ളിലേക്ക് അടക്കാൻ ഗേറ്റ് തുറന്നു കൊടുത്ത് കാർ ഉള്ളിലേക്ക് കയറ്റി നിർത്തി. ഹരി ഇറങ്ങിയതും കൂടെ അശോകനും ഇറങ്ങി. ഗേറ്റ് അടക്കുന്ന ശബ്ദം കേട്ടപ്പോഴാണ് ഹരിയും തിരിഞ്ഞു നോക്കിയത്. അപ്പോഴാണ് അവൻ ആ പെൺകുട്ടിയെ ശ്രദ്ധിച്ച്. കയ്യിൽ എന്തോ ഒരു പാത്രം പിടിച്ച് ഗേറ്റ് അടക്കുന്ന ആ പെൺകുട്ടിയുടെ മുഖത്തേക്ക് അവന് നോട്ടം പോയി. നിഷ്കളങ്കമായ ആ മുഖം എന്തോ അവന്റെ മനസ്സിലുടക്കി. ഗേറ്റ് അടച്ച് അവൾ തിരിഞ്ഞോടുമ്പോൾ നിറഞ്ഞിരിക്കുന്ന മുടിയും അതിൽ ചൂടിയ തുളസിയിലയും അവന്റെ മനസ്സിനെ വല്ലാതെ ആകർഷിച്ചു. അകത്തേക്ക് വരൂ, അശോകേട്ടൻ പറഞ്ഞു. അവനൊന്ന് ചിരിച്ചുകൊണ്ട് ഉള്ളിലേക്ക് കയറി. പെണ്ണിന്റെ അച്ഛൻ സംസാരിച്ചതിന് ശേഷം മോളെ വിളിക്കാമല്ലേ എന്ന് പറഞ്ഞ് അകത്തേക്ക് പോയി. കുറച്ചു കഴിഞ്ഞ് കയ്യിൽ ചായയുമായി അവന്റെ മുന്നിലേക്ക് ഒരു പെൺകുട്ടി വന്ന് ചായ നീട്ടിയതും അവൻ അവളെയും നോക്കി. ഒരു മോഡേൺ ചുരിദാറാണ് വേഷം, കാണാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ആളെ കണ്ടാൽ തന്നെ അറിയാം മോഡേൺ ലുക്കാണെന്ന്. അവനൊരു പുഞ്ചിരി വരുത്തി ചായ എടുത്ത് കുടിച്ചു. അമ്മയോട് സംസാരിച്ച് വിളിക്കാമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. അപ്പോഴേയും ഗേറ്റ് തുറന്നു വെച്ചിരുന്നു. അവൻ കാറിൽ കയറുമ്പോൾ വെറുതെ ഒന്ന് ചുറ്റും കണ്ണോടിച്ച് നോക്കി. പക്ഷെ ആ പെൺകുട്ടി അവിടെയൊന്നും കാണാൻ കഴിഞ്ഞില്ല. കാറിലിരിക്കുമ്പോഴും അവന്റെ ചിന്ത അവളിൽ തന്നെയായിരുന്നു. മോന് കുട്ടിയെ ഇഷ്ടമായോ? അശോകന്റെ ചോദ്യം കേട്ട് അരിയൊന്ന് പുഞ്ചിരിച്ചു. കുഴപ്പമൊന്നുമില്ല, പക്ഷെ എൻ്റെ അമ്മയെപ്പോലെ ഒരു നാടൻ പെൺകുട്ടിയാണ് എനിക്കിഷ്ടം. അത് കേട്ട് അശോകനൊന്ന് ചിരിച്ചു. എനിക്കറിയാം, എന്നാലും അമ്മയോട് ചോദിച്ചു വിവരം അറിയിക്കുക. പറ്റിയില്ലെങ്കിൽ നമുക്ക് വേറെ നോക്കാലോ. നമ്മൾ വരുമ്പോൾ നമുക്ക് ഗേറ്റ് തുറന്ന ആ പെൺകുട്ടി അതാരാ? എത്ര ചോദിക്കണമെന്ന് വെച്ചിട്ട് അവൻ ചോദിച്ചു പോയി. അത് ഗോപാലിന്റെ ജ്യേഷ്ഠന്റെ മകളാ. പാവം, അതിന്റെ അച്ഛനും അമ്മയും അതിന്റെ ചെറുപ്പത്തിലേ മരിച്ചുപോയി. ദൂരയാത്ര കഴിഞ്ഞ് വരുമ്പോൾ എന്തോ അപകടം സംഭവിച്ചാ മരിച്ചത്. അന്ന് അനാഥയായ മോളെ ഗോപാൽ അവരുടെ കൂടെ കൂട്ടി. കഷ്ടം അതിന്റെ കാര്യം. ഗോപാലേട്ടന് മാത്രമേ അതിനോട് ഇത്തിരിയെങ്കിലും സ്നേഹമുള്ളൂ. അവരുടെ ഭാര്യയ്ക്കും മോൾക്കും അതിന് ഇഷ്ടമല്ലെന്ന് തോന്നുന്നു. +2 നല്ല മാർക്കൊക്കെ വാങ്ങി ജയിച്ചാൽ ആ കുട്ടി. പക്ഷെ അതിന് പിന്നെ പഠിപ്പിക്കാനൊന്നും വിട്ടില്ല. ഗോപാലിന്റെ ഭാര്യയ്ക്ക് ശമ്പളമില്ലാത്തൊരു വേലക്കാരി, അതാ കുട്ടി. അതിന്റെ വിധി പറഞ്ഞുകൊണ്ട് അശോകേട്ടനൊരു ദീർഘശ്വാസം എടുത്തു. ഹരിക്കെന്തോ ആ കുട്ടിയുടെ വല്ലാത്തൊരു അലിവ് തോന്നി. തിരിച്ചു വീട്ടിലെത്തിയപ്പോൾ അമ്മ അവനെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു.
അശോകേട്ടൻ വണ്ടിയിൽ നിന്നിറങ്ങി പറമ്പിലേക്ക് ഇറങ്ങിയതും അമ്മ ഹരിയുടെ അടുത്തുനിന്ന് ചോദിച്ചു, എന്തായി മോനെ പോയ കാര്യം? മോന് കുട്ടിയെ ഇഷ്ടായോ? ഒരു നിമിഷം അവൻ അമ്മയോട് എന്ത് പറയണമെന്നറിയാൻ നിന്നു. പിന്നെ പതിയെ പറഞ്ഞു, അമ്മ കുട്ടി കുഴപ്പമൊന്നുമില്ല, പക്ഷെ എൻ്റെ സങ്കല്പത്തിലുള്ള ഒരു കുട്ടിയല്ല. എനിക്ക് എൻ്റെ അമ്മയെ പോലെ ഒരു പാവം പൂച്ചക്കുട്ടി പെണ്ണിനെയാണ് വേണ്ടത്. ഞാനൊന്ന് ആലോചിക്കട്ടെ, എന്നൊരു തീരുമാനം പറയാം. അതും പറഞ്ഞൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അവനകത്തേക്ക് കയറിപ്പോയി. അവൻ്റെ ജീവിതമല്ലേ, ഇഷ്ടമില്ലാത്തതിനെ തലയിൽ കെട്ടി വെക്കാൻ പറ്റില്ലല്ലോ. ഇത് പറ്റിയില്ലെങ്കിൽ വേറെ. ഓരോന്ന് ആലോചിച്ചിരുന്നപ്പോൾ ആ അമ്മയുടെ മനസ്സിലേക്ക് അന്ന് അമ്പലത്തിൽ നിന്ന് കണ്ട ആ പെൺകുട്ടിയുടെ രൂപം ഓർമ്മ വന്നു. അതിനെപ്പോലൊരു കുട്ടി എൻ്റെ കുട്ടിക്ക് എത്രയും വേഗം ഒന്ന് കാണിച്ചു കൊടുക്കണേ ദൈവേ. ആ അമ്മ മനസ്സ് പ്രാർത്ഥിച്ചു. ഇതേ സമയം ഹരി പെണ്ണ് കാണാൻ പോയ വീട്ടിൽ എല്ലാ ജോലിയും തീർത്ത് എൻ്റെ റൂമിലേക്ക് കിടക്കാൻ പോവുകയായിരുന്നു അശ്വതി. പെട്ടെന്നാണ് ചെറിയമ്മയുടെ ദേഷ്യത്തോടെയുള്ള വിളി അവളുടെ കാതിൽ പതിഞ്ഞത്. എന്താ ചെറിയമ്മേ എന്നും പറഞ്ഞ അവൾ വേഗം ഹാളിലേക്ക് ഓടിയെത്തി. നിന്നോട് ഈ ചെകിൽ വെള്ളം നിറച്ചു വെക്കാൻ എന്നും പറയണോ? അത് ചെറിയമ്മേ ഞാൻ... മതിയടി, നിർത്ത്. എന്തിനെന്തെങ്കിലും ന്യായം പറയാനുണ്ടാവും. 3 നേരം തിന്നാൻ നിനക്ക് ആരും പറഞ്ഞിട്ടുണ്ടല്ലോ. വലിഞ്ഞു കയറി വന്ന് ഇവിടെ താമസിക്കുന്നു പോരാ, ഒന്ന് നേരെ ചൊവ്വ ചെയ്യില്ലെന്നും വച്ചാ പറഞ്ഞുകൊണ്ട് അവർ ആ ചെക്ക് ദേഷ്യത്തോടെ എറിഞ്ഞു. അത് നേരെ ചെന്ന് പതിഞ്ഞ അവളുടെ കഴുത്തിലാണ്. വേദന സഹിക്കാൻ വയ്യാതെ അവൾ അവിടെ ഇരുന്നു പോയി. ചെറിയച്ഛൻ ഉറങ്ങിയിട്ടുണ്ടാവുമെന്ന് അവൾക്ക് അറിയാമായിരുന്നു. ശല്യം എത്ര കാലത്തിനെ സഹിക്കണാവും. അതും പറഞ്ഞ് ദേഷ്യത്തോടെ തന്നെ ചെറിയമ്മ റൂമിലേക്ക് കയറിപ്പോയി. വേദന സഹിക്കാൻ കഴിയാതെ കണ്ണുനീരൊഴുകുമ്പോഴും അവൾ അടുക്കളയിൽ പോയി വെള്ളം നിറച്ചു കൊണ്ടുവന്ന് ടേബിളിൽ വെച്ചു. എന്നിട്ട് പതിയെ അടുക്കളയോട് ചേർന്നുള്ള ആ ചെറിയ റൂമിലേക്ക് നടന്നു. അതാണ് അവളുടെ ലോകം. അവൾ മേലെ കട്ടിൽ നിന്ന് താഴെ ഒരു പെട്ടി പുറത്തേക്ക് എടുത്തു. അതിൽ അവളുടെ കുറച്ച് ഡ്രസ്സിന്റെ കൂടെ ഒരു പഴയ ഫോട്ടോ ഉണ്ടായിരുന്നു, അവളുടെ അച്ഛൻ്റെയും അമ്മയുടെയും ഫോട്ടോ. അതൊന്ന് നെഞ്ചോട് ചേർത്തുകൊണ്ട് അവൾ പൊട്ടിക്കരഞ്ഞു. കൊണ്ടുപോവായിരുന്നില്ലേ അമ്മയെ എന്നെ കൂടെ? എന്തിനാ എന്നെ മാത്രം ബാക്കി വെച്ച്? ഞാൻ വരുക അമ്മയുടെയും അച്ഛൻ്റെ അടുത്തേക്ക്. പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവൾ ആ ഫോട്ടോ നെഞ്ചോട് ചേർത്തു. അപ്പോഴും അവളുടെ മനസ്സിൽ അമ്മായി പറഞ്ഞ വാക്കുകളായിരുന്നു. ശല്യം എത്ര കാലത്തിനെ സഹിക്കണാവോ. അവൾ തന്റെ 2 കണ്ണ് അമർത്തി തുടച്ചു. വേണ്ട ശരിയമ്മേ, നിങ്ങളിനി സഹിക്കണ്ട, ഞാൻ പോയിക്കോളാം എൻ്റെ അമ്മയുടെ അടുത്തേക്ക്. അതും പറഞ്ഞ് അവൾ മേലെ അടുക്കള വാതിൽ തുറന്ന് ആ ഇരുട്ടിൽ പുറത്തേക്ക് ഇറങ്ങി. കണ്ണുകൾ കണ്ടു നിറഞ്ഞ് മുന്നിലുള്ള കാഴ്ചകളെല്ലാം മറച്ചുകൊണ്ട് അവൾ മുന്നോട്ട് നടന്നു. കുറെ ദൂരെ നടന്ന് റോഡിലെത്തിയതും അവളും നിന്നു. തന്റെ അച്ഛനെയും അമ്മയും മനസ്സിൽ ധ്യാനിച്ച് നിറകണ്ണുകളോട് അവൾ 4 പാടും നോക്കി. രാത്രി വൈകിയതുകൊണ്ട് ആളുകൾ ആരെ അവിടെ കണ്ടില്ല. ഇതേ സമയം ഹോസ്പിറ്റൽ റൗണ്ട്സ് കഴിഞ്ഞ് ഹരി കുറച്ച് വൈകിയാണ് വീട്ടിലേക്ക് തിരിച്ചത്. പെട്ടെന്നാണ് അവന്റെ വണ്ടിയുടെ മുന്നിലേക്ക് എന്തോന്ന് വന്ന് വീഴും പോലെ അവന് തോന്നിയത്. ഉടൻ തന്നെ അവന്റെ വാഹനം ഒരു ഇരുമ്പരോടെ നിർത്തി. ഓ ഷിറ്റ്! അതും പറഞ്ഞ ദേഷ്യത്തോടെ തന്നെ ഡോറിൽ നിന്ന് ഇറങ്ങിയപ്പോഴാണ് അതൊരു പെൺകുട്ടിയാണെന്ന് അവന് മനസ്സിലായത്. ഉടൻ തന്നെ അവൻ അവളുടെ അടുത്തേക്ക് പാഞ്ഞു. അവളുടെ നെറ്റിയിൽ നിന്നും ചോര വരുന്നുണ്ടായിരുന്നു. ചുറ്റുപാട് നോക്കിയപ്പോൾ ആരെയും അവിടെ കാണാൻ കഴിഞ്ഞില്ല. അപ്പോഴാണ് അവൻ ആ പെൺകുട്ടിയെ ശ്രദ്ധിച്ചത്. ഇത് ഞാനിന്ന് പോയ വീട്ടിലെ ആ കുട്ടിയല്ലേ? ഓ മൈ ഗോഡ്! അതും പറഞ്ഞ് അവനവളുടെ കവിളിൽ തട്ടി വിളിച്ചു. അവൾ കണ്ണു തുറക്കുന്നില്ലെന്ന് കണ്ടതും വേഗം അവളെ കോരിയെടുത്ത് കാറിൽ കയറ്റി അവൻ നേരെ അവന്റെ ഹോസ്പിറ്റലിലേക്ക് പാഞ്ഞു. ഹോസ്പിറ്റലിലെത്തിയതും ഉടൻ തന്നെ 2 നഴ്സുമാർ വന്ന് അവളെ വേഗം കൊണ്ടുപോയി. അവൻ അമ്മയെ വിളിച്ച് വരാൻ താമസിക്കുമെന്ന് പറഞ്ഞ് അവന്റെ റൂമിൽ പോയിരുന്നു. അപ്പോഴും അവന്റെ മനസ്സിൽ താൻ കണ്ട ആ പെൺകുട്ടിയുടെ മുഖമായിരുന്നു. എന്താണെന്നറിയില്ല, ആദ്യമായി കണ്ടപ്പോൾ തന്നെ മനസ്സിൽ പതിഞ്ഞുപോയി. തന്റെ സങ്കല്പത്തിലുള്ള കുട്ടിയുടെ രൂപം അവൾക്ക് ഒരുപക്ഷെ ഉള്ളതുകൊണ്ടാവും. ഓരോന്നോർത്ത് വല്ലാത്തൊരു ടെൻഷനോടെ അവൻ അവിടെ തന്നെ ഇരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു നേഴ്സ് വന്ന് വാതിൽ തുറന്നു. ഡോക്ടർ, ആ കുട്ടിക്ക് ബോധം തെളിഞ്ഞു, ഇപ്പം ആളും ഓക്കെയാണ്, പേടിക്കാനൊന്നുമില്ല. അതും പറഞ്ഞ നേഴ്സ് പോയി. എന്തോ അവന് വല്ലാത്തൊരു സമാധാനം മനസ്സിൽ നിറഞ്ഞു. റൂമിന്റെ വാതിൽ തുറന്നും അവൻ കാണുന്നത് അവൾക്ക് മരുന്ന് കൊടുക്കുന്ന നേഴ്സിനെയാണ്. ഹരിയെ കണ്ടതും അവരെന്തോ സംസാരിച്ച് റൂമിൽ നിന്നും പുറത്തേക്ക് പോയി. അപ്പോഴാണ് ഹരി അവളെ ശ്രദ്ധിച്ച്. നെറ്റിയിൽ ബാൻഡേജ് കെട്ടിയിട്ടുണ്ട്, കയ്യിൽ ചെറിയൊരു മുറിവുമുണ്ട്. ഹരിയെ കണ്ടതും അവളൊന്ന് എഴുന്നേൽക്കാൻ ശ്രമിച്ചു. വേണ്ട, കിടന്നോളൂ. അതും പറഞ്ഞ് അവൻ അടുത്തുള്ള ചെയർ വലിച്ചിട്ട് അവളുടെ അടുത്തേക്ക് നീങ്ങിയിരുന്നു. ഞാൻ ഡോക്ടർ ഹരി ഗോവിന്ദ്, ഈ ഹോസ്പിറ്റലിന്റെ MD ആണ്. അറിയോ ഓക്കെ? അവൻ അവളോട് ചോദിച്ചു. അവൾ മെല്ലിയൊന്ന് തലയാട്ടി. എന്നാ പറ, എന്താണെന്ന് സംഭവിച്ചത്? എൻ്റെ കാറിന് മുമ്പിൽ അറിയാതെ വന്നു വീണതാണോ? ചോദിച്ചവൾ പൊട്ടിക്കരഞ്ഞു. എന്തിനാ ഡോക്ടർ എന്നെ രക്ഷിച്ച്? ഞാൻ മരിച്ച ആർക്കൊരു പ്രശ്നവും വരില്ലായിരുന്നു. എനിക്ക് ജീവിക്കേണ്ട ഡോക്ടർ. അതും പറഞ്ഞ് അവൾ കരഞ്ഞുപോയി. എടോ, അപ്പൊ താൻ മനഃപൂർവ്വം? അവന് വാക്കുകൾ കിട്ടിയില്ല. അവൻ തന്നെ കണ്ണുകളൊന്ന് മുറുക്കി അടച്ചു തുറന്നു. ഇറ്റ്സ് ഓക്കെ, കൂൾ ഡൗൺ. ഒന്നുമില്ലെങ്കിൽ ഞാൻ ഡോക്ടറല്ലേ, ഞാനിങ്ങനെ ഒരാളെ കൊല്ലാൻ ശ്രമിക്കുക? അവനവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. അവൾ അപ്പോഴും കരഞ്ഞുകൊണ്ടിരുന്നു. മരിച്ചാൽ എല്ലാ പ്രശ്നവും തീരും തന്നോടാരാ പറഞ്ഞേ? എന്താ അതിന് മാത്രം പ്രശ്നം? താനിപ്പോൾ എൻ്റെ പേഷ്യൻ്റാ, അതുകൊണ്ട് എന്തിനായിരുന്നു ഇങ്ങനെ തീരുമാനം എന്നോട് പറഞ്ഞേ പറ്റൂ. എന്താ എൻ്റെ പ്രശ്നം? ഹരി ചോദിച്ചും അവൾക്ക് സങ്കടം സഹിക്കാൻ കഴിഞ്ഞില്ല. ആദ്യമായിട്ടാണ് തൻ്റെ കണ്ണുനീർ കണ്ടിട്ട് ഒരാളിങ്ങനെ ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ കണ്ണുനീരിന്റെ നനവിലും അവൾ തന്റെ മനസ്സറിയാതെ തുറന്നുപോയി. അവളുടെ അച്ഛൻ്റെയും അമ്മയുടെയും വിയോഗവും ചെറിയമ്മയുടെ ഉപദ്രവവുമല്ല,
ചെറിയച്ഛനൊരു പാവ. ചെറിയമ്മ കാണാൻ എനിക്ക് മിഠായി മറ്റും കൊണ്ടുവന്ന് തരും. ചെറിയമ്മയുടെ തറവാട് സ്വത്ത് വിറ്റ പണം കൊണ്ടാ ചെറിയച്ഛൻ വീട് പുതുക്കിപ്പണത്. അതിൻ്റെ ഒരു ഭരണം കൂടിയാണ് അവർക്ക്. അവരുടെ മോള് ശരണി ചേച്ചിക്കിനോട് ആദ്യമൊക്കെ സ്നേഹമായിരുന്നു. വലുതായപ്പോൾ അത് കുറഞ്ഞു വന്നു. എനിക്ക് അവളേക്കാൾ മാർക്ക് കിട്ടുന്നോ മറ്റൊന്നും അവൾക്ക് ഇഷ്ടമല്ല. അതിൻ്റെ ദേഷ്യത്തിൽ പഠിക്കാൻ കൂടെ പിന്നീട് പറഞ്ഞയച്ചില്ല. പാത്രത്തിൽ വെള്ളം വെക്കാൻ മറന്നതിനാ ഇന്നലെ കൊണ്ട് എറിഞ്ഞത്. എല്ലാ വേദനയും കൂടെ ആയപ്പോൾ എനിക്ക് എൻ്റെ അച്ഛനെയും അമ്മയുടെ അടുത്തേക്ക് പോകാൻ തോന്നി. അതാ ഞാൻ. ബാക്കി പറയാനാവാതെ അവൾ മുഖംപൊത്തി കരഞ്ഞുപോയി. അപ്പോഴാണ് അവൻ അവളുടെ ചുരിദാറിന്റെ ഷോളിന്റെ ഇടയിലൂടെ ചുമന്ന പാട് കണ്ടത്. എല്ലാം കൂടെ കേട്ടപ്പോൾ അവന് സങ്കടവും ദേഷ്യം എന്തൊക്കെയോ വന്ന് മൂടി. അവൻ തന്നെ കണ്ണുകൾ മുറുക്കി അടച്ചു. ഓക്കെ, ഇപ്പൊ ഒന്നും ആലോചിക്കണ്ട, താൻ കിടന്നു, ഞാൻ രാവിലെ വരാം. അതും പറഞ്ഞ് അവർ റൂമിന് പുറത്തേക്ക് പോയി. അവളുടെ കൂടെ ഒരു ഡ്യൂട്ടി നേഴ്സിനെ ആക്കി അവൻ അവന്റെ വീട്ടിലേക്ക് തിരിച്ചു. ആ യാത്രയിലൂടെ നീളം അവന്റെ മനസ്സിൽ അവളുടെ മുഖം മാത്രമായിരുന്നു. പിറ്റേന്ന് രാവിലെ ചായ കുടിക്കുമ്പോൾ ഹരിയെല്ലാം അവന്റെ അമ്മയോട് പറഞ്ഞു. പാവം കുട്ടി എത്ര അനുഭവിച്ചു കാണും. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഹരിയുടെ അമ്മ അവനോട് പറഞ്ഞു, എന്നിട്ട് നീ എന്ത് തീരുമാനിച്ചു മോനെ? അതിന് ഇനി അങ്ങോട്ടേക്ക് എല്ലാം അറിഞ്ഞുകൊണ്ട് എങ്ങനെയാടാ പറഞ്ഞു വിടുക? ഞാനൊരു കാര്യം പറഞ്ഞ എൻ്റെ കുട്ടിക്ക് വിഷമാവോ? ഇല്ലമ്മേ, എന്താണെങ്കിലും പറ. നമുക്ക് ആ കുട്ടി ഇങ്ങോട്ട് കൊണ്ടുവന്നാലോ? ചെറുപ്പത്തിലെ കഷ്ടപ്പാട് അനുഭവിച്ച് വളർന്ന കുട്ടികൾക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാനും ബഹുമാനിക്കാനുള്ള ഒരു മനസ്സുണ്ടാവും. കഷ്ടപ്പാടിൻ്റെ വേദനയ്ക്ക് നമുക്കും അറിയില്ലേ. എനിക്കെന്തോ ആ കുട്ടി നമുക്ക് ചേരും തോന്നുന്നു. അമ്മയുടെ സംസാരം കേട്ട് ഞെട്ടലോടെ അവൻ അമ്മയെ നോക്കി. ഞാൻ നിന്നെ നിർബന്ധിക്കണില്ല, എൻ്റെ അഭിപ്രായം പറഞ്ഞു എന്നേ ഉള്ളൂ. എന്തായാലും അതിനെ അങ്ങോട്ട് തന്നെ പറഞ്ഞു വിടാൻ തോന്നുന്നില്ല. നീ ആലോചിക്കേ. അതും പറഞ്ഞ അമ്മ ചായ ഗ്ലാസ് എടുത്ത് പോയി. അവൻ കുറച്ചേരം അങ്ങനെ തന്നെ നിന്നു. തന്റെ മനസ്സ് അമ്മയോട് ആർക്കാണ് അറിയുക. അവന്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു. വല്ലാത്തൊരു സന്തോഷത്തോടെയാണ് അവൻ ഹോസ്പിറ്റലിലേക്ക് പുറപ്പെട്ടത്. കാറിൽ കയറാൻ തുടങ്ങുമ്പോഴാണ് അമ്മ പുറകിൽ നിന്ന് വിളിച്ച്, മോനെ, നീ ആ കുട്ടിയെയും കണ്ട് അവിടെ വീട്ടിൽ പോയി സംസാരിക്ക്. അവളുടെ ചെറിയച്ഛന് കാര്യം പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ. എന്നിട്ട് നല്ലൊരു മുഹൂർത്തം നോക്കിയിട്ട് നമുക്ക് നടത്താം. അതിനു മുന്നേ എനിക്കൊന്ന് കാണാം ആ കുട്ടിയെ. നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും അതിൻ്റെ ചിന്തയാ എപ്പോഴും. ഓക്കെ അമ്മേ, ഞാൻ സംസാരിക്കാം. അവൻ പറഞ്ഞ ഹോസ്പിറ്റലിലേക്ക് പോയി. തന്നെ കാത്തിരിക്കുന്ന രോഗികളെല്ലാം പരിശോധിച്ച ശേഷം അവൻ അവളുടെ റൂമിലെത്തി. വാതിൽ മേലെ തുറന്നു. നേഴ്സ് അവൾക്ക് ക്യാൻറ്റീനിൽ പോയി കൊണ്ടുവന്ന ഭക്ഷണം കഴിപ്പിക്കാൻ തിരക്കിലായിരുന്നു. ഹരിയെ കണ്ടതും നേഴ്സ് ഒരു പുൻസിരിയോടെ, ആളിപ്പോൾ ഓക്കെയാണ്, വീട്ടിൽ പോവാം എന്ന് പറഞ്ഞ് പുറത്തേക്ക് പോയി. അവനൊരു പുൻസിരിയോടെ അവിടെ അടുത്തിരുന്നു. വേദനയൊക്കെ മാറിയില്ലേ? ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ. അവളില്ലെന്ന് വിലങ്ങനെ തലയാട്ടി. എന്നാൽ നമുക്ക് വീട്ടിൽ പോവാം. അത് കേട്ട ഒരു ഞെട്ടിലോടെ അവൾ എൻ്റെ മുഖത്തേക്ക് നോക്കി. എനിക്ക് അങ്ങോട്ട് പോകണ്ട ഡോക്ടർ. അവിടെ ചെന്ന് അവർ എന്നെ എന്തായാലും ചീത്ത പറയും. ഡോക്ടർ കഴിഞ്ഞ് എനിക്കൊരു ഉപകാരം ചെയ്യണം. എനിക്ക് എവിടെയെങ്കിലും ഒരു ജോലി ശരിയായി തരണം. വീട്ടു ജോലി ആയാലും ഒരു കുഴപ്പമില്ല, എന്നാലും എന്നെ അങ്ങോട്ട് പറഞ്ഞു വിടരുത്. അവൾ നിറകണ്ണുകളോടെ കൈകൂപ്പി. ഹരിക്ക് പെട്ടെന്ന് എന്തൊരു വല്ലാത്ത വാത്സല്യം അവളോട് തോന്നി. എന്റെ വീട്ടിലെ ജോലിക്കാരിയാവാൻ പറ്റുമോ നിനക്ക്? അവൻ ചെറിയൊരു കളച്ചിരിയോടെ ചോദിച്ചു. അവൾ അവനൊന്ന് മുഖമുയർത്തി നോക്കി. എടോ, ഞാൻ വെറുതെ പറഞ്ഞ എന്റെ വീട്ടിൽ ഓൾറെഡി ഒരു ജോലിക്കാരി ചേച്ചിയുണ്ട്. ഇപ്പൊ അത് മതി. താൻ എന്നെ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? അവൻ അവളോട് ചോദിച്ചു. അവളില്ലെന്നർത്ഥത്തിൽ തലയാട്ടി. അവനൊരു ചിരിയോടെ ശരണിയെ പെണ്ണാണമെന്നും ആദ്യം അവളെ കണ്ടതല്ല അവളോട് പറഞ്ഞു. അവളൊരു അമ്പരപ്പോടെ അവനെ നോക്കി. അവനൊന്ന് കണ്ണിച്ചിമി കാണിച്ചു. ഓക്കെ, അശ്വത് വരും, നമുക്ക് ബില്ലൊക്കെ പേ ചെയ്തു പോവാം. ഡോക്ടർ, എൻ്റെ കയ്യിൽ കാശ്. അവൾ ബാക്കി പറയാനാവാൻ നിർത്തി. അവനൊന്ന് ചിരിച്ചു. താൻ വാ. അവൻ അവളെയും കൊണ്ട് കാറിൻ്റെ അടുത്തേക്ക് നടന്നു. ഡോക്ടർ, എനിക്ക് അവൾ എന്ത് പറയണമെന്നറിയാതെ അവിടെ തന്നെ നിന്നു. പേടിക്കണ്ടോ, ഇയാൾ വാ. അവൾക്ക് ഡോർ ഒന്ന് കൊടുത്ത് അവൻ വണ്ടി എടുത്തു. കാറ് നേരെ പോയത് അവിടെ ചെറിയച്ഛൻ്റെ വീട്ടിലേക്കാണ്. അവിടെ എത്തിയത് അവൻ അവളോട് ഇറങ്ങാൻ പറഞ്ഞു. അവളുടെ കണ്ണുകൾ വീണ്ടും നിറയാൻ തുടങ്ങി. ഒരു വിറയലോടെ കാറിൽ നിന്നിറങ്ങി അങ്ങനെ നിന്നു അവൾ. വണ്ടിയുടെ ശബ്ദം കേട്ട് അവളുടെ ചെറിയമ്മയും ഗോപാലനും ശരണിയെല്ലാം പുറത്തേക്ക് ഓടി വന്നു. ഗോപാലന്റെ മുഖത്ത് വല്ലാത്തൊരു ആശ്വാസം നിറഞ്ഞു. എന്നാൽ അവളുടെ ചെറിയമ്മ ദേഷ്യം കൊണ്ട് നിന്ന് വിറക്കാൻ തുടങ്ങി. എവിടെ ആയിരുന്നേ അസത്യനി? മനുഷ്യനെ തീതിരിക്കാൻ പാതിരാത്തേക്ക് നീ ആരെ കാണാൻ പോയതാ? നിങ്ങൾക്ക് തൃപ്തിയായില്ലേ മനുഷ്യ? ഇപ്പൊ എങ്ങനെയുണ്ട്? കുറച്ച് തൊലി വെളുപ്പിണ്ടെന്ന് എഴുതിയ എന്തോ ആവുന്നാണോ? ശോഭനെ! ഗോപാലൻ ദേഷ്യത്തോടെ വിളിച്ചു. അവർ വീണ്ടും അലറി. നിങ്ങളൊന്നും മിണ്ടാണ്ടിരിക്കും മനുഷ്യ. നിങ്ങൾ വളം വെച്ചു കൊടുത്ത് തന്നെയാ ഇവളിങ്ങനെ അഴിഞ്ഞാടാൻ പോകുന്നേ. ഇന്നലെ എവിടെയായിരുന്നു, ആരുടെ കൂടെ ആയിരുന്നു പെട്ടെന്നുള്ള അലർച്ചയിൽ എല്ലാവരും ഒരുപോലെ ഞെട്ടി. ഹരി കണ്ണുകൾ മുറുക്കി അടച്ച് അവരെ ദേഷ്യം നിയന്ത്രിക്കാൻ ശ്രമിച്ചു. എന്നിട്ട് ദേഷ്യത്തോടെ തന്നെ ശോഭനയുടെ മുന്നിൽ വന്നു. നിങ്ങൾക്കൊരു സ്ത്രീയാണോ? നാവിന് ലൈസൻസിൽ നിന്ന് എന്ത് വൃത്തിയായിട്ട് വിളിച്ചു പറയാൻ നിങ്ങൾ കരുതരുത്. അച്ഛനും അമ്മയും ചെറുപ്പത്തിൽ മരിച്ചുപോയതാണോ ഇവള് ചെയ്ത തെറ്റ്? നിങ്ങൾക്കുള്ളൊരു മകള്, അവൾക്കാണെങ്കിൽ ഒരു അവസ്ഥ വന്നെങ്കിൽ നിങ്ങൾ സഹിക്കോ? അതേ ദേഷ്യത്തോടെ തന്നെ അവൻ ശരണ്യയുടെ മുമ്പിൽ ചെന്ന് നിന്നു. നീ ഒരു പെണ്ണല്ലേടി. നിന്നെ പോലെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളെല്ലാം അവൾക്കുണ്ടാവില്ലേ? നിന്റെ ഒക്കെ കയ്യിൽ നിന്നൊരു ഗ്ലാസ് ചായ കുടിച്ചു പോലും എനിക്ക് അറപ്പ് തോന്നുക. ഹരി ഗോപാലിന്റെ മുമ്പിൽ ചെന്ന് നിന്നു. അങ്കിൾ, ഇന്നലെ രാത്രി അശ്വതി എന്റെ കാറിന് മുമ്പിൽ ചാടി ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു. ഭാഗ്യത്തിന് ഞാൻ ആ വഴി വന്നുകൊണ്ട് ഇവളുടെ ജീവൻ തിരിച്ചു കിട്ടി. ഹരിയുടെ സംസാരം കേട്ട് എല്ലാവരും ഒരുപോലെ ഞെട്ടിത്തെരിച്ചു. അശ്വതി നിറമിഴികളോടെ തലതാഴ്ത്തി നിന്നു. മോളെ,
ഗോപാലൻ വേദനയോടെ വിളിച്ചു. അവൾ വിറയലോടെ അയാളുടെ മുമ്പിൽ വന്നു നിന്നു. ഹരിയൊന്നും മിണ്ടാതെ കയ്യും കെട്ടി അവളെ തന്നെ നോക്കി നിന്നു. ചെറിയച്ഛനോട് ക്ഷമിക്കണം. ആരെയും വേദനിപ്പിക്കാൻ വേണ്ടിയല്ല, സ്വയം വേദനിക്കാതിരിക്കാൻ വേണ്ടിയാ എനിക്ക് ബാക്കി പറയാൻ കഴിയാതെ അവൾ പൊട്ടിക്കരഞ്ഞു. അവളുടെ കരച്ചിൽ കണ്ടതും ഹരി അവളുടെ അടുത്തേക്ക് നിന്ന് അവളെ തന്നോട് ചേർത്ത് പിടിച്ചു. ഒരു ഞെട്ടിലോടെ അവൾ അവനെ നോക്കി. എന്തോർത്തതും അവൻ അവളെ വിട്ട് ഗോപാലിന്റെ മുമ്പിൽ ചെന്ന് നിന്നു. ഞാൻ നിങ്ങളുടെ മകളെ കാണാൻ വേണ്ടി ആദ്യം ഇങ്ങോട്ട് വന്ന്. അവളെ കാണുന്ന മുന്നേ ഞാൻ അശ്വതിയെ കണ്ടിരുന്നു. അവൾക്ക് വേണ്ടി സംസാരിക്കാൻ പറ്റുമെന്ന് കരുതിയിരിക്കുകയായിരുന്നു. എന്നാൽ ദൈവം അവളെ എന്റെ മുമ്പിൽ കൊണ്ടെത്തിച്ചു. അങ്കിളുടെ അശ്വതി എനിക്ക് തരാമോ? എന്റെ അമ്മ പറഞ്ഞു അമ്മക്ക് മകളായിട്ട് ഇവളെ വേണമെന്ന്. ഹരി ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു. കേട്ടത് വിശ്വസിക്കാനാവാതെ അശ്വതി ഹരിയെ നോക്കി. ഗോപാലിന് സന്തോഷം കൊണ്ട് എന്ത് പറയണമെന്നറിയാൻ നിന്നു. എന്നാൽ ചെറിയമ്മയും മകളും ദേഷ്യത്തോടെ അസൂയയുടെ അവളെ നോക്കി. ഇവിടെ വേലക്കാരിയെ പോലെ നിന്നൊരു പെണ്ണ് അവൾക്ക് വേണ്ടി ഒരു ഡോക്ടർ ചോദിച്ചു വന്നിരിക്കുന്നു. അത് സ്വന്തമായിട്ട് ഹോസ്പിറ്റലൊക്കെ ഉള്ള ആള്. അവര് രണ്ടാളുടെയും മനസ്സിൽ ഇത്തരം ചിന്തകളായിരുന്നു. അതുകൊണ്ട് തന്നെ ശോഭന പെട്ടെന്ന് പറഞ്ഞു, അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? എന്റെ മകൾക്ക് ആ പ്രായക്കൂടുതൽ. അവളിവിടെ നിൽക്കുമ്പോൾ ഇവിടെ കല്യാണമൊന്നും ശരിയാവില്ല. ആദ്യം ശരണ്യയുടെ കഴിയട്ടെ, എന്നിട്ട് ആലോചിക്കാം. അത് പറയാൻ നിങ്ങൾക്കെന്താ അവകാശം? പെട്ടെന്ന് ഹരി അങ്ങനെ ചോദിച്ചു. അവരെന്ത് പറയണമെന്നറിയാൻ നിന്നു. നിങ്ങളുടെ പേരിൽ ഈ കുട്ടി അനുഭവിച്ച ദേഹോപദ്രവങ്ങൾക്ക് എനിക്ക് പരാതി കൊടുക്കാൻ അറിയാനിട്ടല്ല. എന്തൊക്കെയായാലും പട്ടിണിക്കിടാ ജീവൻ നിലത്താണല്ലോ നിങ്ങൾ ഇവൾക്ക് കൊടുത്തു എന്ന ഒറ്റ കാരണം കൊണ്ട് മാത്രമാണ് ഞാൻ ഇവളോട് ആക്കിയിട്ട് എന്റെ അമ്മയും കൂടി വരണമെന്ന് കരുതിയത്. ഇനിയോ വേണ്ട എങ്കിൽ ഞാൻ ഇവളെ കൊണ്ട് പോയിക്കോട്ടെ, ഇതിനൊന്നും പറയരുത്. അതും പറഞ്ഞ് അവൻ ഗോപാലിന്റെ മുഖത്ത് നോക്കി നിന്നു. അത് മോനെ, കല്യാണമൊന്നും കഴിയാതെ ഇവളെങ്ങനെ അവിടെ നിർത്തിയാ? അവൻ പറഞ്ഞ ആൾ അരിയാൻ നോക്കി. അവനൊന്ന് പുഞ്ചിരിച്ചു. ഞാൻ ഇവളോട് നിർത്തിയാ ജീവനോട് എനിക്ക് ഇവളെ തരുന്ന ഉറപ്പ് പറയാൻ പറ്റുമോ? അവൻ ചോദിച്ച അവൻ അവിടെ ചെറിയമ്മയെ നോക്കി. അവരാകെ വിളറി. ഒന്നും പേടിക്കണ്ട, ഇവളെയും മൈൻഡൊന്നും നോക്കാൻ വരട്ടെ. അതുവരെ അവൾ എന്റെ കൂടെ വരട്ടെ. എന്റെ അമ്മയുടെ കൂടെ. പിന്നെ അങ്കിളൊന്നും പേടിക്കണ്ട, അവൾക്ക് അവിടെ ഒരു കുഴപ്പമുണ്ടാവില്ല. പിന്നെ കല്യാണം കഴിയാതെ അവിടെ നിർത്തിയെന്ന് വെച്ചാൽ ഒരു പ്രശ്നവുമില്ല. നന്മയും തിന്മയും വേർതിരിച്ചറിയാൻ എന്റെ അമ്മ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ അമ്മക്ക് അവളൊരു ഒരു മകളായാലും അവളുടെ കഴുത്തിൽ താലിയിട്ടതിന് ശേഷം മാത്രമേ അവളെന്റെ ഭാര്യ ആവൂ. എന്തുകൊണ്ടോ ഗോപാലേട്ടനെ മനസ്സിറഞ്ഞു. അയാൾ ഒരു പുഞ്ചിരിയോടെ ഹരിയുടെ കയ്യിൽ പിടിച്ചു. അതിലുണ്ടായിരുന്നു അയാളുടെ സമ്മതം. അവനൊരു പുഞ്ചിരിയോടെ അശ്വതിയെ നോക്കി. അവളാണെങ്കിൽ എല്ലാം കേട്ട് ആ കിളിപോയ അവസ്ഥയിൽ നിൽക്കുകയാണ്. ഹരിമെല്ലാം അവിടെ അടുത്തേക്ക് നടന്നു. താഴ്ന്നു പോയി ഫ്രഷ് ആവും, എന്നിട്ട് എടുക്കാനുള്ളൊക്കെ എടുത്തിട്ട് വാ, ഞാൻ വെയിറ്റ് ചെയ്യാം. അതും പറഞ്ഞ് അവൻ ഗോപാലിന്റെ സീറ്റോളിലേക്ക് കയറി. ശോഭനയും ശരണിയും അസൂയയോടെ അവളെ തന്നെ നോക്കി നിന്നു. പിന്നെ ഒന്നും മിണ്ട അകത്തേക്ക് കയറിപ്പോയി. അശ്വതി അവളുടെ റൂമിലേക്ക് കയറി. തന്റെ ലോകം വീണ്ടും കാണാൻ കഴിയുമെന്ന് കരുതിയതല്ല. എന്തോ ഓർമ്മയിൽ അവിടെ കണ്ണുകൾ നിറഞ്ഞ് കട്ടിലിന്റെ അടിയിലെ പെട്ടിയിൽ നിന്നും തന്റെ പിറന്നാളിന് ആരും കാണാതെ ചെറിയച്ഛൻ വാങ്ങി തന്ന പുതിയൊരു ചുരിദാറെടുത്തു. കുളി കഴിഞ്ഞു വന്ന് ഏറെ മാറാത്ത മുടി നിവർത്തിയിട്ട് അല്പം മെടഞ്ഞു. മുറ്റത്തെ തുളസി മരത്തിൽ നിന്ന് ഒരു കതിരെടുത്ത് മുടിയിൽ ചൂടി. തന്റെ സർട്ടിഫിക്കറ്റുകളും ഡ്രസ്സുകളെല്ലാം ഒരു ബാഗിലാക്കി. ശേഷം അവൾ സൂക്ഷിച്ചു വെച്ചിരുന്ന ഡയറിയും കൂടാതെ അവളുടെ അച്ഛന്റെയും അമ്മയുടെയും നിറമങ്ങിയ ഫോട്ടോയും കയ്യിലെടുത്തു. അത് കവറിൽ വെക്കുന്ന മുന്നേ അവളുടെ കണ്ണിൽ നിന്ന് 2 തുള്ളി കണ്ണുനീർ ആ ഫോട്ടോയിലേക്ക് വീണു. അച്ഛാ, അമ്മേ, ഞാൻ പോവാ. ഇനി എന്താ എന്റെ വിധിയെന്നൊന്നും അറിയില്ല. നിങ്ങളുടെ ലോകത്തേക്ക് വരാനൊരുങ്ങിയപ്പോൾ അതിന് ദൈവം എന്നെ സമ്മതിച്ചില്ല. ആ ഡോക്ടറിന്റെ ജീവൻ രക്ഷിച്ചു. അയാളുടെ നല്ല മനസ്സ് കണ്ടു മാത്രം പോവുക. അനുഗ്രഹിക്കണം. അതും പറഞ്ഞ് അവൾ ആ ഫോട്ടോയിലേക്ക് നോക്കി കണ്ണീർ വാർത്തു. തന്റെ അരികിൽ അവളുടെ സാമീപ്യം അറിഞ്ഞതും ഹരി മുഖമുയർത്തി അവളെ നോക്കി. പുറന്നിറഞ്ഞു നിൽക്കുന്ന അവളുടെ നീണ്ട മുടിയും അതിൽ ചൂടിയ തുളസി കതിരും നെറ്റിയിലെ കുഞ്ഞു പൊട്ടും യാതൊരു സമയങ്ങളും ഇല്ലെങ്കിലും വല്ലാത്തൊരു ഐശ്വര്യത്തോടെ തന്റെ മുമ്പിൽ വന്നു നിൽക്കുന്നവളെ ഒരു നിമിഷം അവൻ കണ്ണു ചിമ്മാതെ നോക്കി നിന്നു. അതേസമയം തന്നെ അവളൊന്ന് അവനെ നോക്കി. അവനൊന്ന് കണ്ണുകളടച്ച് തുറന്നു. പോവാം, അവളോട് ചോദിച്ചു. ആളൊന്നും മിണ്ടിയില്ല. അപ്പോഴേക്കും ചെറിയച്ഛൻ അവിടെ എത്തിയിരുന്നു. എന്നും നല്ലത് മാത്രം ചെയ്ത എന്റെ കുട്ടിക്ക് എന്നും നല്ലതേ വരൂ. അവർ മനസ്സിറങ്ങി അവളെ നെഞ്ചോട് ചേർത്തിരുത്തി അനുഗ്രഹിച്ചു. ഇറങ്ങാൻ നേരം അവൾ ചെറിയമ്മയും ശരണിയും നോക്കി. ഒരാൾക്ക് ശല്യം പോയി കിട്ടിയെന്നൊരു ഭാവമാണെങ്കിൽ മറ്റേയാൾക്ക് നിറഞ്ഞ അസൂയായിരുന്നു. ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അവൾ അവരോട് യാത്ര പറഞ്ഞ് കാലിൽ കയറി. അശ്വതി അവളുടെ ബാഗ് പിൻസീലിൽ വെച്ച് അങ്ങോട്ടേക്ക് കയറാൻ തുടങ്ങി. അവൻ ചോദിച്ചു, ഞാനാരാ? നിന്റെ ഡ്രൈവറാണോ? വന്ന് മുന്നിൽ കയറി. അല്പം ശാസിനിയോട് അവൻ പറഞ്ഞു. അവളൊന്നും മിണ്ടാതെ മുന്നിൽ കയറി. ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിരുന്നു. ഒരു പുഞ്ചിരിയോട് അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി. പേടിച്ചു പോയോ? ഒരു കള്ളച്ചിരിയോടെ ചോദിച്ചു. അവളിൽ നിന്ന് തലകുലുക്കി. തനിക്ക് വിശക്കുന്നുണ്ടോ? എന്തെങ്കിലും കഴിക്കാൻ വേണോ? അവൾ വേണ്ടെന്ന് തലയാട്ടി. എന്നാ പോവാം. അവൻ പറഞ്ഞ അവൻ കാർ എടുക്കാൻ നിന്നു. അവൾ പറഞ്ഞു, ഡോക്ടർ, എനിക്ക് അപ്പോഴേക്ക് അവൻ മിണ്ടരുതെന്ന് കൈ കാണിച്ചു. ഇപ്പൊ ഒന്നും പറയണ്ട, അതിനൊക്കെ ഇനി ഒരുപാട് സമയമുണ്ട്. അവൻ പറഞ്ഞ് ചിരിയോടെ അവന്റെ കാർ അവന്റെ വീട് ലക്ഷ്യമാക്കി പാഞ്ഞു. വണ്ടി പാർക്കിങ്ങിൽ നിർത്തി ഹരി അവളെയും നോക്കി. കാറിന്റെ ഡോർമേൽ ചാരി അശ്വതി നല്ല ഉറക്കമായിരുന്നു. അവൻ കുറച്ചു നിമിഷം അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു. ഉള്ളിൽ തുളുമ്പിയ പ്രണയത്തേക്കാൾ അവനൊരു പ്രത്യേക വാത്സല്യ വലിവ് അവളോട് തോന്നി. അശ്വതി, അവൻ അവളുടെ തോളിൽ മേലെ തട്ടി വിളിച്ചു. അവൾ ഞെട്ടി കണ്ണുകൾ തുറന്നു.
അവളോട് ഇറങ്ങാൻ പറഞ്ഞ് അവൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേക്കും അവന്റെ അമ്മ പുറത്തെത്തിയിരുന്നു. പതിവില്ലാത്ത സമയത്ത് ഹരിയെ കണ്ടതും അവരൊരു സംശയത്തോടെ അവനെ നോക്കി. അപ്പോഴാണ് വണ്ടിയിൽ നിന്നിറങ്ങി വരുന്ന അശ്വതിയെ കണ്ടത്. അവളെ കണ്ടത് ഏതൊരു ഓർമ്മയിൽ അവരുടെ കണ്ണുകൾ വിടർന്നു. അവൾക്കും തിരിച്ച് അതേ ഭാവമായിരുന്നു. അവൾ അമ്പലത്തിൽ നിന്നുണ്ടായ ആ സീനോർത്തു. മോളെ എന്ന് വിളിച്ച് അവർ വേഗം തന്നെ അവളുടെ കൈ പിടിച്ചു. അവളൊന്ന് പുഞ്ചിരിച്ചു. ആ അമ്മക്ക് ആൾ ഇത്രപ്പെടുന്ന് മനസ്സിലായോ? അവർ രണ്ടുപേരെയും ശ്രദ്ധിച്ച് ഹരി ചോദിച്ചു. അവരൊന്ന് അമ്പലത്തിൽ വെച്ചുണ്ടായ സംഭവം പറഞ്ഞപ്പോൾ അവനൊരു ആശ്ചര്യത്തോടെ അവരെ നോക്കി. എന്നാ അമ്മ കേട്ടോ, ഇന്നലെ എന്റെ വണ്ടിയുടെ മുമ്പിൽ ചാടിയ കക്ഷിയായി നിൽക്കുന്നു. അവനൊരു പുഞ്ചിരിയോട് അശ്വതി നോക്കി പറഞ്ഞു. അപ്പോഴാണ് അവർക്ക് കാര്യം മനസ്സിലായത്. അമ്മ വരൂ, ഞാൻ പറയാം. അവൻ പറഞ്ഞ് അവൻ അശ്വതിയെ നോക്കി. ബാഗും പിടിച്ച് അവിടെ തന്നെ നിൽക്കുകയാണ് അവൾ. അവനവളുടെ അടുത്തേക്ക് ചെന്ന് ആ ബാഗ് കയ്യിൽ വാങ്ങി ശേഷം അവളോട് അകത്തേക്ക് കയറാൻ പറഞ്ഞു. വരൂ മോളെ. ലക്ഷ്മി അമ്മയുടെ കൈയും പിടിച്ച് ഉള്ളിലേക്ക് കയറി. അമ്മ കിടക്കുന്ന റൂമിന്റെ അടുത്തുള്ള റൂം കാണിച്ചു കൊടുത്ത് അവളുടെ ബാഗ് കയ്യിൽ കൊടുത്തു. അവൾ ഹരിയുടെ അമ്മയെ നോക്കി. ആ ഒരു ചിരിയോട് അവളോട് റൂമിൽ പോയി ബാഗൊക്കെ എടുത്തു വെക്കാൻ പറഞ്ഞു. അവൾ അവിടേക്ക് പോയി. ഹരി അമ്മയോട് അവിടെ വീട്ടിൽ വെച്ചിട്ടുണ്ടായതെല്ലാം പറഞ്ഞു. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ അവന്റെ അമ്മയ്ക്കും വല്ലാത്ത സങ്കടമായി. നന്നായി മോനെ, അതിന് ഇനി അവൾ നിർത്തിയാൽ ചിലപ്പോൾ അവൾ ഇനി ഇത് ആവർത്തിക്കും. അവൾ ഇവിടെ നിൽക്കട്ടെ, പതിയെ നമുക്ക് തീരുമാനിക്കാം. അവരുടെ ഉള്ളിൽ എന്തോ വല്ലാത്തൊരു സന്തോഷം നിറഞ്ഞു. അന്ന് അമ്പലത്തിൽ വെച്ച് കണ്ടപ്പോൾ തന്നെ വല്ലാത്തൊരു ഇഷ്ടം തോന്നിയിരുന്ന ആ കുട്ടിയോട്. അതിനെ തന്നെ ഇവിടേക്ക് എത്തിച്ചല്ലോ. അവരുടെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു. എന്നാൽ ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോട്ടെ, അമ്മ അവളിന്ന് ശ്രദ്ധിച്ചാൽ മതി. അതും പറഞ്ഞ് അവനവരെ കാറുമെടുത്ത് ഹോസ്പിറ്റലിലേക്ക് പോയി. ലക്ഷ്മി അമ്മ റൂമിലേക്ക് കയറിയതും നിറഞ്ഞ കണ്ണുകളോടെ എന്തോ ആലോചിച്ച് നിൽക്കുന്ന അശ്വതിയാണ് കണ്ടത്. മോളെ. അവർ പതിയെ ചെന്ന് അവളുടെ തോളിൽ കൈവച്ചു. അവൾ തിരിഞ്ഞു നോക്കി. പെട്ടെന്ന് തന്നെ അമ്മയുടെ കാലിലേക്ക് വീഴാൻ പോയതും അവരവളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. എനിക്ക് വാക്കുകൾ കിട്ടാതെ അവളൊന്ന് വിതുമ്പിപ്പോയി. മോളൊന്നും പറയണ്ട, എന്റെ മോൻ എന്നോട് എല്ലാം പറഞ്ഞു. കഴിഞ്ഞ ഒന്നും ഇനി ആലോചിക്കണ്ട. ഇതിനി നിന്റെയും കൂടെ വീടാ. നിനക്കൊരു കുറവ് ഇവിടെ ഉണ്ടാവില്ല. മോളുടെ സ്വന്തം അമ്മയെ പോലെ കണ്ടാൽ മതി എന്നെ. അതും പറഞ്ഞ് വാത്സല്യത്തോടെ അവരവളുടെ നെറുകിൽ ചുംബിച്ചു. അമ്മേ. ഒരു പൊട്ടിക്കരച്ചിലോടെ അവൾ ആ അമ്മയുടെ മാറിലേക്ക് വീണു. അവരുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ആ പെൺകുട്ടി അനുഭവിച്ച വേദനകൾ ആ അമ്മയുടെ മനസ്സിലൂടെ കടന്നുപോയി. അവരലിവോടെ അവിടെ മുടിയിൽ തലോടി. തന്നെ സ്നേഹിക്കാനും ചേർത്ത് താനും കുറച്ച് മനുഷ്യരെ കിട്ടിയപ്പോൾ അശ്വതി അവിടെ എല്ലാവർക്കും വളരെ കുറച്ചു നേരം കൊണ്ട് തന്നെ പ്രിയപ്പെട്ടവളായി. ലക്ഷ്മി അമ്മക്ക് അവൾ മകളായി. ജോലിക്കാരി ജാനി അവൾക്ക് ജാനി ചേച്ചിയായി. അശോകൻ അവൾക്ക് അശോകേട്ടനായി. ഗോപാലിന്റെ വീട്ടിലെ അടുക്കള റൂമിൽ മാത്രം ഒതുങ്ങി അവൾ ഇവിടെ ഒരു കൊച്ചു പൂമ്പാറ്റയെ പോലെ പാറി നടന്നു. അവളുടെ ഉള്ളിൽ അടക്കി വെച്ച പുഞ്ചിരിയും പരിഭവവും കുസൃതികളും അവൾ പോലും അറിയാതെ നൂൽപൊട്ടി പുറത്തേക്ക് വന്നു. ജാനു ചേച്ചിയോടൊപ്പം അടുക്കളയിലും അശോകേട്ടന്റെ കൂടെ പാടത്തും പറമ്പിലും അമ്മയുടെ കൂടെ നിഴൽ പോലെയും അവളൊരു തുമ്പിയെ പോലെ പാറി പറന്നു. അന്ന് ഹരി വീട്ടിൽ വരുമ്പോൾ തന്റെ അമ്മയോട് ചേർന്നിരിക്കുന്ന എന്തോ പറഞ്ഞിരിക്കുന്ന അശ്വതിയാണ് കണ്ടത്. അവളുടെ ചുടികളിൽ വിരിഞ്ഞ മനോഹരമായ പുഞ്ചിരി ആദ്യമായി കണ്ട ആ ഭാവം അവൻ കണ്ണെടുക്കാതെ നോക്കി നിന്നുപോയി. അതേ നിമിഷം തന്നെയാണ് അവൾ അങ്ങോട്ട് നോക്കിയത്. രണ്ടുപേരുടെയും കണ്ണുകൾ തമ്മിലൊന്നുടക്കി. അവൾ മേലിൽ എഴുന്നേറ്റ് നിന്ന് മുഖം താഴ്ത്തി. അവളുടെ മുഖത്തെ തെളിച്ചം കണ്ടപ്പോൾ അവന്റെ ചുണ്ടിലെ ഒരു പുഞ്ചിരി വിരിഞ്ഞു. കിടക്കാൻ നേരം അവൾ ഹരിയുടെ അമ്മയുടെ അടുത്തേക്ക് നടന്നു. എന്താ മോളെ, നീ കിടന്നില്ലേ? അവളൊന്നും മിണ്ടാതെ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു. മോൾക്ക് റൂമിൽ തനിച്ചെടുക്കാൻ പേടിയുണ്ടോ? അതിനവളൊന്ന് പുഞ്ചിരിച്ചു. ഏയ് പേടിയൊന്നുമില്ല, ഞാൻ അമ്മയുടെ കൂടെ കിടന്നോട്ടെ. ഒരു കൊച്ചു കുഞ്ഞിന്റെ നിഷ്കളങ്കതയോട് ആ ചോദ്യം കേട്ടപ്പോൾ അവരുടെ കണ്ണുകൾ നിറഞ്ഞു. അവർ കൈ നീട്ടിയത് അശ്വതി ഓടിച്ചെന്ന് അവരോട് ചേർന്ന് കിടന്നു. അമ്മേ. എന്താ മോളെ? അവരവളെ തലയിൽ തലോടിക്കൊണ്ട് ചോദിച്ചു. ഡോക്ടർക്ക് ഞാൻ ഒരിക്കലും ചേരില്ല. ഞാനൊരു അനാഥയാ. എൻ്റെ ജീവൻ രക്ഷിച്ച അദ്ദേഹത്തെ ഞാനിപ്പോൾ ദൈവത്തിന് തുല്യമായിട്ട് കാണുന്നു. അതെന്നും അങ്ങനെ മതി. അതിൽ കൂടുതലൊന്നും അറിയിക്കാനുള്ള അവകാശം എനിക്കില്ല. അവളുടെ സംസാരം കേട്ട് അവരൊന്ന് പുഞ്ചിരിച്ചു. മോളെ, ഞങ്ങൾക്കും ആരുമില്ല. ഹരിയുടെ അച്ഛൻ്റെയും എൻ്റെയും പ്രണയവിവാഹമായിരുന്നു. അതുകൊണ്ട് തന്നെ രണ്ട് വീട്ടുകാരും ഞങ്ങൾ വെറുത്തു. അവൻ്റെ അച്ഛൻ മരിച്ചതിന് ശേഷം അവനെ ഈ നിലയിലാക്കാൻ ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട്. അന്നൊന്നും ആരും ഞങ്ങളെ സഹായിക്കാനില്ലായിരുന്നു. അവൻ്റെ അധ്വാനവും എൻ്റെ പ്രാർത്ഥനയാ. ഈ വീടും അവൻ്റെ ജോലിയല്ല. മോളുടെ കഥയിൽ അവൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് എൻ്റെ മകളായിട്ട് മാത്രമല്ല, എൻ്റെ മകൻ്റെ ഭാര്യയായിട്ട് നിന്നെ മാത്രം മതി. നിന്റെ ഈ നന്മയുള്ള മനസ്സ്, അത് മാത്രം മതി യോഗ്യത. അത് കേട്ട് കണ്ണുനീരിനിടയിൽ അവളൊന്ന് പുഞ്ചിരിച്ചു. ഒരുപാട് കാലത്തിന് ശേഷം അവൾ സമാധാനമായി കിടന്നുറങ്ങി. തന്റെ അമ്മയോട് ചേർന്ന് കിടക്കുന്ന അവളെയും അവളുടെ സംസാരവും ഹരിയും അറിഞ്ഞെന്ന് കേട്ടിരുന്നു. അവന്റെ ഉള്ളിൽ വാത്സല്യത്തിന് പുറമെ വേറെന്തൊക്കെയോ വികാരങ്ങൾ ഉടലെടുക്കുന്ന അവൻ അറിഞ്ഞു. പിറ്റേന്ന് രാവിലെ ഹരി എഴുന്നേറ്റ് ഫ്രഷായി വന്നപ്പോൾ അമ്പലത്തിൽ പോകാൻ റെഡിയായി നിൽക്കുന്ന അമ്മയാണ് കണ്ടത്. പോവാം. അവനെ കണ്ടത് അമ്മ പറഞ്ഞു. അവന്റെ കണ്ണുകൾ വെറുതെ ഒന്ന് ചുറ്റുപാടും തിരഞ്ഞു. അപ്പോഴാണ് റൂമിൽ നിന്ന് ഇറങ്ങി വരുന്ന അശ്വതി അവൻ കണ്ടത്. ചുവപ്പും പച്ചയും പട്ടുപാവാടയണിഞ്ഞ അതീവ സുന്ദരിയായി വരുന്നവളെ ഒരു നിമിഷം അവന് കണ്ണിമ വെട്ടാതെ നോക്കി നിന്നു. അമ്പലത്തിൽ നിന്ന് തിരികെ പോരാൻ ഒരുങ്ങുമ്പോഴാണ് മോളെ എന്നൊരു വിളി അവൾ കേട്ടത്. തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടു ചെറിയച്ഛൻ, കൂടെ ചെറിയമ്മയും ശരണിയുമുണ്ട്.
അതേ അവിടെ അടുത്ത് വന്ന് അവിടെ നെറുകിൽ തലോടി. സുഖാണോ എന്ന് ചോദിക്കുന്നില്ല. നിന്റെ മുഖം കണ്ടാൽ തന്നെ അറിയാം അതിലുള്ള ഉത്തരം. ഇപ്പൊ നിന്റെ ചെറിയമ്മക്ക് നിന്നോട് ദേഷ്യമൊന്നുമില്ല. നിന്നോട് അങ്ങനെയൊക്കെ പെരുമാറിയതിലുള്ള കുറ്റബോധം മാത്രമേ ഉള്ളൂ. അപ്പോഴേക്കും ശോഭന അവളുടെ അടുത്തെത്തിയിരുന്നു. അവരവിടെ മുഖത്തേക്ക് നോക്കാൻ പ്രയാസപ്പെട്ടു. കഴിഞ്ഞെല്ലാം മോള് മറക്കണം. ഇപ്പൊ എന്റെ ശരീരയുടെ അതുപോലെ തന്നെയാ നീയും. ഇത്രയും നാൾ നിന്നെ ദ്രോഹിച്ചതിന് പകരം ഇനിയുള്ള കാലെങ്കിലും എനിക്ക് നിന്നെ സ്നേഹിക്കണം. മോള് ഞങ്ങളുടെ കൂടെ വരും അങ്ങോട്ട്. അവര് ചോദിച്ചു. അവൾ ഹരിയമ്മയും നോക്കി. അമ്മയുടെ മുഖത്ത് പുഞ്ചിരിയുണ്ട്. എന്നാലൊരു സങ്കടം അവൾ കണ്ടു. ഹരി ഒന്നും മിണ്ട അവളെ തന്നെ നോക്കി നിന്നു. എനിക്ക് ചെറിയമ്മയോടും ശരണ്യോടും ദേഷ്യമില്ല. പക്ഷെ ഞാൻ... അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ഞാൻ വരുന്നില്ല. എനിക്ക് എൻ്റെ അമ്മയെ കാണാതിരിക്കാൻ കഴിയില്ല. അതും പറഞ്ഞ് അവൾ ഹരിയുടെ അമ്മയെ ചേർത്ത് പിടിച്ച് അവരുടെ കവിളിൽ അമർത്തി ചുംബിച്ചു. അതിലുണ്ടായിരുന്നു അവൾക്ക് അവരോടുള്ള സ്നേഹം. ഹരിയുടെ അമ്മ അവളെയും ചേർത്ത് പിടിച്ച് ശോഭനയുടെ മുന്നിൽ ചെന്ന് നിന്നു. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഇവളെ കാണാൻ അങ്ങോട്ട് വരാം. 2 ദിവസമായിട്ടേ ഉള്ളെങ്കിലും എനിക്ക് ഇനി ഇവളെ കാണാതെ വയ്യ. അവരൊരു പുഞ്ചിരിയോടെ പറഞ്ഞു. തിരിച്ചു വരുമ്പോൾ അശ്വതിയുടെ മനസ്സ് നിറഞ്ഞിരുന്നു. ചെറിയമ്മയ്ക്കും ശരണ്യക്കും തന്നെയുള്ള ദേഷ്യമൊക്കെ മാറിയല്ലോ. വീട്ടിലെത്തിയതും അമ്മ അകത്തേക്ക് കയറി. അവൾ കയറാൻ തുടങ്ങിയതും ഹരി അവളുടെ മുമ്പിൽ വന്ന് നിന്നു. അവൾ എന്താണെന്ന അർത്ഥത്തിൽ അവന്റെ മുഖത്തേക്ക് നോക്കി. അതെ, അമ്മയെ കാണാതിരിക്കാൻ പറ്റാത്തതുകൊണ്ട് മാത്രമാണോ അങ്ങോട്ട് പോവാതിരുന്ന്? എന്നെ കണ്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ലേ? അവനെ കുസൃതി ചിരിയോടെ ചോദിച്ചു. അവൾക്ക് എന്ത് പറയണമെന്നറിയാതെ നിന്നു. അവന്റെ മുഖത്ത് നോക്കാൻ പോലും കഴിയാതെ തലാഴ്ത്തി നിന്നു. അവൻ മെല്ലെ അരികിൽ വന്ന് അവളുടെ താടിത്തുമ്പിൽ പിടിച്ച് മുഖമുയർത്തി അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. അവിടെ തന്നോടുള്ള പ്രണയം അലയടിക്കുന്നവന് കാണാൻ കഴിഞ്ഞു. തന്നെ കാണുമ്പോഴുള്ള അവളുടെ വിറയിലും വെപ്രാളും അവനും ശ്രദ്ധിച്ചിരുന്നു. എന്തിനെന്നറിയില്ല, അവളുടെ ചുണ്ടിൽ മനോഹരമായൊരു പുഞ്ചിരി വിരിഞ്ഞു. അത് അവന്റെ നെഞ്ചിൽ തന്നെ കൊണ്ടു. പുഞ്ചിരി നിറഞ്ഞിരിക്കുന്ന അവളുടെ ചുണ്ടുകൾ സ്വന്തമാക്കാൻ എന്തിനോ അവന്റെ ഹൃദയം തുടിച്ചു. അവനറിയാതെ തന്നെ അവന്റെ മുഖം അവിടേക്ക് വന്നു. അതേ പുഞ്ചിരിയോടെ തന്നെ അവനെ തട്ടിമാറ്റി അവൾ ഓടി. അവന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. അന്ന് ഹോസ്പിറ്റലിൽ ഇരിക്കുമ്പോൾ അവന്റെ ഉള്ളിൽ അവിടെ ആ പുഞ്ചിരി തെളിഞ്ഞു നിന്നു. തന്റെ ഉള്ളിൽ അവളോടുള്ള പ്രണയം നിറഞ്ഞൊഴുകുന്ന അവനും അറിഞ്ഞു. രാത്രി അത്താഴം കഴിഞ്ഞ് ഹരിയുടെ അമ്മയുടെ കൂടെ കിടക്കാൻ പോകുമ്പോഴാണ് പെട്ടെന്ന് ആരോ അശ്വതിയുടെ കയ്യിൽ പിടിച്ച് വലിച്ചത്. ഒന്നും ഞെട്ടിയെങ്കിലും തന്റെ മുമ്പിൽ നിൽക്കുന്ന ആരാണെന്ന് അവൾക്ക് മനസ്സിലായിരുന്നു. അവൾക്കൊരു വിറയലും വെപ്രാളവും എല്ലാം കൂടിയായി. അവന്റെ മുഖത്തേക്ക് നോക്കാൻ കഴിയാത്ത താഴോട്ട് നോക്കി തന്നെ നിന്നു. അച്ചു. അവന്റെ ആർദ്രമായ ആ വിളി കേട്ടതും അവൾ ഞെട്ടിലോട് അവന്റെ മുഖത്തേക്ക് നോക്കി. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. കുഞ്ഞായിരിക്കുമ്പോൾ തന്റെ അച്ഛനും അമ്മയും തന്നെ വിളിച്ചിരുന്ന പേര്. അവൾ നിറകണ്ണുകളോടെ തന്നെ അവന്റെ മുഖത്ത് നോക്കി അങ്ങനെ നിന്നു. ഹരി മെല്ലെ അവളുടെ മുഖം തന്റെ കൈക്കൊമ്പിലാക്കി അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. അന്ന് ഞാൻ തന്റെ വീട്ടിൽ ശരണ്യെ പെണ്ണാണാൻ വന്നപ്പോ അവളെ കാണുന്നതിന് മുന്നേ എന്റെ മനസ്സിൽ പതിഞ്ഞതാ നിന്റെ ഈ മുഖം. പിന്നീട് അന്ന് നിന്റെ ജീവൻ രക്ഷിച്ചപ്പോ തന്നോട് എന്തോ വല്ലാത്തൊരു ആത്മബന്ധം തോന്നിയിരുന്നു. എനിക്കെന്റെ അമ്മ മാത്രമേ ഉള്ളൂ സ്വന്തം എന്ന് പറയാം. എന്റെ അമ്മയ്ക്ക് തന്നെ ഒരുപാട് ഇഷ്ടമാണ്. അമ്മയ്ക്ക് താൻ കൊടുക്കുന്ന സ്നേഹത്തിൽ നിന്ന് കുറച്ച് എനിക്കും തന്നൂടെ? അതിന് 100 ഇരട്ടിയായി തിരിച്ചു തന്നോളാം ഞാൻ. അശ്വതിയുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു. ഡോക്ടർ, എനിക്ക് ഹരി തന്റെ കൈ കൊണ്ട് അവിടെ വാപുത്തി. എല്ലാം എനിക്കറിയാം. ഒക്കെ അറിഞ്ഞുകൊണ്ട് പൂർണ്ണ മനസ്സോടെ തന്നെ ഞാൻ ചോദിക്കുന്നത്. അവളുടെ കണ്ണിൽ നിന്ന് 2 തുള്ളി കണ്ണുനീർ അടർന്നു വീണു. ഒരു തേങ്ങലോട് അവനെ മുറുകെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കറഞ്ഞു. ആ കണ്ണുനീരിലുണ്ടായിരുന്നു അവളുടെ സമ്മതവും അവനോടുള്ള ഇഷ്ടവുമില്ല. ഹരിയുടെ കണ്ണുകൾ നിറഞ്ഞു. അവനും തിരികെ അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് അവളുടെ മുടിയിൽ തഴുകിക്കൊണ്ടിരുന്നു. അച്ചു. അവന്റെ വിളി കേട്ടതും അവന്റെ നെഞ്ചിൽ നിന്ന് മാറാതെ തന്നെ അവൾ വിളി കേട്ടു. അതെ, നാളെ രാവിലെ സ്ഥലം വരെ പോകണം. നേരത്തെ റെഡിയായി നിൽക്കണം. അമ്മയോട് ഞാൻ സമ്മതം വാങ്ങിച്ചിട്ടുണ്ട്. എവിടേക്കാ പോകുന്നത്? അവന്റെ നെഞ്ചിൽ നിന്ന് മുഖമുയർത്തി അവൾ ചോദിച്ചു. അത് പിന്നെ ഞാനൊരു ഡോക്ടറല്ലേ. എന്റെ പെണ്ണിനൊരു ഡിഗ്രി ക്വാളിഫിക്കേഷൻ എങ്കിലും വേണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അവനൊരു പുഞ്ചിരിയോടെ പറഞ്ഞു. എനിക്കൊന്നും വേണ്ട. എനിക്ക് എന്നും അമ്മയുടെ ഹരിയേട്ടനെ കൂടി ഈ വീട്ടിൽ മരിക്കോളം നിന്നാ മതി. ഹരിയേട്ടൻ എന്ന് അവളുടെ വിളി കേട്ടതും അവനൊന്നുകൂടെ പുഞ്ചിരിച്ചു. അങ്ങനെ മതിയോ? എന്നിട്ടാണ് ഒരു ടീച്ചർ ആവണമെന്ന് ആഗ്രഹമൊക്കെ? അവൻ ചോദിച്ച് അവൾ ഞെട്ടി. അമ്മയുടെ റൂമിൽ പോയപ്പോൾ തന്നെ ഡയറി കണ്ടു. ഒരു കൗതുകത്തിന് വായിച്ചു നോക്കിയതാ. അവൻ പറഞ്ഞ് അവളൊന്ന് പുഞ്ചിരിച്ചു. പിറ്റേന്ന് അമ്മയോട് യാത്ര പറഞ്ഞ് അവളെ കോളേജിൽ ചേർത്തു. തിരിച്ചു വരുമ്പോൾ അവൾക്ക് വേണ്ട എല്ലാം മേടിച്ചു കൊടുത്തതും അവൻ തന്നെയായിരുന്നു. ഹോസ്റ്റലിൽ നിൽക്കാൻ സൗകര്യമുണ്ടെങ്കിലും അശ്വതി അത് പാടെ നിഷേധിച്ചു. അമ്മയും ഹരിയെയും വിട്ടു നിൽക്കാൻ പറ്റാതെ തന്നെയായിരുന്നു കാരണം. അങ്ങനെ ഹരി ഹോസ്പിറ്റലിൽ പോകുമ്പോൾ അവളെ കോളേജിൽ ഇറക്കും. തിരിച്ചവൾ ബസ്സിന് വരും. അശോകേട്ടൻ കാറുമായി കൂട്ടാൻ വരാമെന്ന് പറഞ്ഞെങ്കിലും അശ്വതി സമ്മതിച്ചില്ല. അങ്ങനെ പഠനവും കൂടെ തന്നെ അവളുടെ കുറുമ്പുകളും കുസൃതികളുമായി ഹരിയുടെ വീട് അവൾക്ക് കൊച്ചു സ്വർഗം തന്നെയായിരുന്നു. ഇടയ്ക്കൊക്കെ പഠിപ്പ് മതിയാക്കി ഉറക്കം തൂങ്ങുമ്പോൾ ഹരിയുടെ ചീത്ത കേട്ടാൽ അവൾ ലക്ഷ്മി അമ്മയുടെ അടുത്തേക്ക് ഓടും. അവിടെയാണ് അവളുടെ രക്ഷ. അവളെ ആ കുറുമ്പ് അവനും ആസ്വദിച്ചു. അങ്ങനെ നല്ല ഉയർന്ന മാർക്കോടെ തന്നെ അശ്വതി പാസ്സായി. അതിന് സമ്മാനമായി എത്രയും വേഗം അവൾക്കൊരു താലി നൽകാൻ ഹരിയുടെ അമ്മ അവനെ നിർബന്ധിച്ചു. വീണ്ടും അവളെ പഠിപ്പിക്കാനുള്ള ഹരിയുടെ ആഗ്രഹം അമ്മയുടെ വാശിക്ക് മുമ്പിൽ അവൻ ഉപേക്ഷിച്ചു. കല്യാണം കഴിഞ്ഞാലും പഠിക്കാലോ എന്നൊരു ധാരണയായിരുന്നു ഹരിയുടെ അമ്മയ്ക്ക്. അശ്വതിക്ക് അത് തന്നെയായിരുന്നു ആഗ്രഹം. ടീച്ചറാവണമെന്നൊരു സ്വപ്നം ഇന്ന് അവളുടെ മനസ്സിലില്ല. ഇപ്പൊ അനുഭവിക്കുന്ന തന്നെ അവൾ സ്വപ്നം പോലും കാണാത്തൊരു ജീവിതമാണ്.
അതുകൊണ്ട് തന്നെ അവളുടെ ലോകം അത് ഹരി അമ്മയും മാത്രമായി ചുരുങ്ങി. അങ്ങനെ ലളിതമായൊരു ചടങ്ങോടെ തന്നെ ഡോക്ടർ ഹരിഗോവിന്ദ് അശ്വതിയുടെ കഴുത്തിൽ താലിയാർത്തി. അവന്റെ താലിയും നെറുകയിൽ പതിപ്പിച്ച സിന്ദൂരവും അവൾ നിറഞ്ഞ മിഴികളോടെ സ്വീകരിച്ചു. ഗോപാലനും കുടുംബവും ആ സുന്ദരമുഹൂർത്തത്തിന് സാക്ഷിയായി ഉണ്ടായിരുന്നു. അന്ന് രാത്രി പതിവ് പോലെ അമ്മയുടെ റൂമിൽ പരിങ്ങി നിന്ന് അവളെ ഹരിയുടെ അമ്മ ചേർത്ത് പിടിച്ച് നെറുകയിൽ ചുംബിച്ചു. അവർ കൊടുത്ത പാലുമായി അവന്റെ റൂമിൽ കിടക്കുമ്പോൾ അവൾക്കും പതിവില്ലാത്തൊരു നാണവും വിറയിലും വന്ന് മൂടി. പെട്ടെന്നാണ് ഹരി പുറകിലൂടെ വന്ന് അവളുടെ രണ്ട് കണ്ണും പൊത്തിപ്പിടിച്ച് അങ്ങനെ തന്നെ പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോയി അല്പം കഴിഞ്ഞതും അവളുടെ പിടിവിട്ടു. കണ്ണു തുറന്ന് നോക്കിയത് അവൾ കണ്ടു. തന്റെ ബാഗിൽ താൻ സൂക്ഷിച്ച തന്റെ അച്ഛനും അമ്മയും നിൽക്കുന്ന ഫോട്ടോ ഒരു തിളക്കത്തോടെ മാറിയിട്ട് ചുമലിൽ പതിപ്പിച്ച് വെച്ചിരിക്കുന്നു. അത് കണ്ടത് അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾ തിരിഞ്ഞ് ഹരിയെ നോക്കി. അവന്റെ കാലിലേക്ക് വീഴാൻ പോയതും അവനവൾ വേഗം പിടിച്ചുയർത്തി. അവൾ തന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. അവൾ അവനെ നെഞ്ചിൽ ചേർന്ന് നിന്ന് കരഞ്ഞു. അത് പക്ഷേ സന്തോഷത്തിന്റെ കണ്ണുനീരായിരുന്നു. അവനും അവളെ ചേർത്ത് പിടിച്ച് അങ്ങനെ നിന്നു. അച്ചു, അത്രമേൽ പ്രണയത്തോടെ വാത്സല്യത്തോടെ അവൻ വിളിച്ചു. അവളൊന്ന് മൂളി. അതെ, ഇന്ന് നമ്മുടെ ആദ്യരാത്രിയാ. അതിങ്ങനെ കരഞ്ഞുകൊളാക്കാൻ വല്ല ഉദ്ദേശമുണ്ടോ? അവൻ അവളെ തന്റെ നെഞ്ചിൽ നടത്തി മാറ്റിക്കൊണ്ട് ചോദിച്ചു. അതിനവളൊന്ന് പുഞ്ചിരിച്ചു. അത്രമേൽ മനോഹരമായി. ആ പുഞ്ചിരി കണ്ട് അവന്റെ മനസ്സ് നിറഞ്ഞു. ഇത്രയും കാലം അവൾ ഒരിക്കൽ കണ്ണുനീരിന് പകരം ഈ പുഞ്ചിരി എന്ന് അവൾക്ക് സമ്മാനിക്കണമെന്നൊരാഗ്രഹത്തോടെ അവൻ അവളുടെ നെറുകയിൽ ചുംബിച്ചു. ഇനി നിന്നെ ഒരു ടീച്ചറും കൂടി ആക്കണം എനിക്ക്. തന്റെ വലിയൊരു ആഗ്രഹമല്ലേ അത്? ഹരി പറഞ്ഞതും എനിക്ക് ടീച്ചറൊന്നും ആവണ്ട, ഡോക്ടറുടെ ഭാര്യയായാൽ മതി. അവളൊരു കുറുമ്പോടെ പറഞ്ഞു. അങ്ങനെയാണോ? എന്നാ പിന്നെ ടീച്ചർ കുറച്ചുകൂടെ കഴിഞ്ഞിട്ടാവും. അതിനു മുന്നേ ഒരു മദറാക്കിയാലോ? അവനൊരു കള്ളച്ചിരിയോടെ ചോദിച്ചു. എന്ത് മദർ? അവൾ അന്തം വിട്ട് അവനെ നോക്കി. അത് പിന്നെ എന്റെ കുഞ്ഞുങ്ങളുടെ മദർ. അത് കേട്ടത് അവളുടെ മുഖം നാണം കൊണ്ട് ചുവന്നു. അവൾ അവന്റെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി. ഇത്രയും നാളും ഉള്ളിലൊതുക്കിയ പ്രണയം അവർ പോലും അറിയാതെ പുറത്തേക്ക് വന്നു. ഒരു പുഴ പോലെ ഒഴുകി, അറ്റമില്ലാതെ. അങ്ങനെ അശ്വതി അവളുടെ ആഗ്രഹം പോലെ ടീച്ചറായി. പിന്നെ ഹരിയുടെ ആഗ്രഹം പോലെ അമ്മയായി. ആ വീടിന് വിളക്കായി. അവരുടെ ലോകത്ത് അവർ സന്തോഷത്തിലാണ്. ഒരുപാട് സങ്കടങ്ങൾ നമുക്ക് അനുഭവിക്കേണ്ടി വന്നാലും അതിനപ്പുറത്ത് മനോഹരമായൊരു സന്തോഷം ദൈവം നമുക്ക് കാത്തുവെച്ചിട്ടുണ്ടാവും. ഭൂമിയോളം നമ്മൾ ക്ഷമിച്ചാൽ ആകാശത്തോളം സന്തോഷം നമ്മുടെ കൈക്കുമ്പിളിൽ നിറയും. നിറയട്ടെ എന്നും.